രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി വരെ നിസ്കാരത്തിലായി തുടർന്നുകൊണ്ടിരിക്കുക. സുന്നത്ത് നിസ്കാരം ധാരാളം റക്അത്ത് നിർവഹിക്കുക. പകൽ എല്ലാ ദിവസവും നോമ്പെടുക്കുക. ഒരു ദിവസം ഒരു ഖത്മും 2 ഖത്മുമൊക്കെ ഓതി തീർക്കുക. ഒരു ദിവസം 10,000-ലധികവും 20,000-ലധികവും ഒക്കെ സ്വലാത്തുകൾ ചൊല്ലി തീർക്കുക. മഹാന്മാരുടെ ജീവിതത്തിൽ എത്രയെത്ര അത്ഭുതം കൂറുന്ന വിശേഷങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്ന് പോലും സാധാരണക്കാരാകുന്ന നമ്മെപ്പോലുള്ളവർക്ക് ചിന്തിച്ചാൽ ഉത്തരം കിട്ടുന്നില്ല. ഒന്നും ഉറപ്പാണ്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളിൽ, താല്പര്യമുള്ള വിഷയങ്ങളിൽ എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കുന്നതിന് നമുക്ക് പ്രയാസമില്ല. മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോകൾ കണ്ടിരിക്കുകയോ റീൽസോ ഷോർട്സോ കണ്ടിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകൾ പോകുന്നത് നമ്മൾ അറിയാറില്ലല്ലോ. എത്ര പെട്ടെന്നാണ് സമയം പോകാറുള്ളത്. മഹാന്മാർ അവരുടെ രസം മുഴുവനും ആരാധനയിൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിലായിരുന്നു അവർ രസം പിടിച്ചത് എന്നതാണ് സമയം മുഴുവനും റബ്ബിന് വേണ്ടി ചെലവഴിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ഈ വിശുദ്ധ റമദാനിലെങ്കിലും അത്തരത്തിലൊരു പരിശീലനം സാധ്യമാക്കാൻ നമുക്ക് കഴിയണം.